ചൊവ്വയിലെ താപനില ഭൂമിയേക്കാൾ വളരെ തണുപ്പാണ്. അതുമല്ല, ചൊവ്വ നമ്മുടെ സൂര്യനിൽ നിന്ന് വളരെ അകലെയുമാണ്. ഈ ഒരു ഗ്രഹത്തിന് 95% കാർബൺ ഡൈ ഓക്സൈഡുള്ള ഒരു നേർത്ത അന്തരീക്ഷമുണ്ട്. ഈ ഒരു ഘടകങ്ങളുടെ സംയോജനം ചൊവ്വയെ കഠിനവും തണുപ്പുള്ളതുമായിട്ടുള്ള ഒരു ലോകമാക്കി മാറ്റുന്നു. താപനില -128°C താഴാം. നമ്മുടെ ഭൂമിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ താപനില എന്നത് -88°C ആണ്, അതും അന്റാർട്ടിക്കയിൽ. അതേസമയം ചൊവ്വയിലെ ഏറ്റവും ഉയർന്ന താപനില 21°C ആണ്. ഇത് ഭൂമിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന താപനിലയേക്കാൾ വളരെ കുറവാണ്. ചൊവ്വയുടെ അന്തരീക്ഷം ഭൂമിയേക്കാൾ 100 മടങ്ങ് കനം കുറഞ്ഞതാണ്. ഒരു തെർമൽ ബ്ലാങ്കറ്റ് ഇല്ലാതെ ചൊവ്വയ്ക്ക് താപോർജ്ജം നിലനിർത്താൻ കഴിയില്ല. നാസയുടെ കണക്കനുസരിച്ച് ചൊവ്വയിലെ താപനില -60°C ആണ്. ശൈത്യകാലത്ത് ധ്രുവങ്ങൾക്ക് സമീപത്തെ താപനില -125°C വരെ താഴാം. ചൊവ്വയിലെ ഒരു വേനൽക്കാല ദിനം ഭൂമധ്യരേഖയ്ക്ക് സമീപം 20°C വരെ എത്തിയേക്കാം. എന്നാൽ രാത്രിയിൽ താപനില -73°C വരെ താഴാം. നാസയുടെ മാർസ് ക്യൂരിയോസിറ്റി റോവർ ചൊവ്വയിലെ പരിസ്ഥിതിയെക്കുറിച്ച് നമുക്ക് പുതിയ ഉൾക്കാഴ്ച നൽകുന്നു. ഉദാഹരണത്തിന്, ഇത് ആഫ്റ്റർനൂൺ 6°C വരെ ഉയർന്ന വായുവിൻ്റെ താപനിലയാണെന്നു. അത് ഫ്രീസിങ്ങിനേക്കാൾ മരവിപ്പിക്കുന്ന താപനിലയാണ്. അതേസമയം പെർസീവറൻസ് റോവർ 2022 ജനുവരി 29 ഉയർന്ന താപനിലയായി 8°F താഴ്ന്ന താപനിലയായി -112°F രേഖപ്പെടുത്തി. അതായത്, രാത്രികാലങ്ങളിൽ പാറകളിൽ മഞ്ഞ് രൂപം കൊള്ളുന്നു. പക്ഷേ പ്രഭാതം അടുക്കുമ്പോൾ വായു ചൂടാകുമ്പോൾ മഞ്ഞ് നീരാവിയായി മാറുന്നു. അത് ബാഷ്പീകരിക്കപ്പെടുന്നതുവരെ 100% ഹ്യൂമിഡിറ്റി ഉണ്ടാവും. അതിരാവിലെ തന്നെ വെള്ളം ഘനീഭവിച്ച് ഹ്രസ്വകാല കുളങ്ങൾ രൂപപ്പെടുകയാണെങ്കിൽ ഉയർന്ന ഈർപ്പം ചൊവ്വയെ കൂടുതൽ വാസയോഗ്യമാക്കാൻ സഹായിക്കും. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലുള്ളതും ലഭ്യമായ വാട്ടർ വേപ്പർ ഏകദേശം 100 മൈക്രോണുകളുള്ളതുമായിട്ടുള്ള ചൊവ്വയിലെ അവസ്ഥ ചിലിയിലെ അറ്റകാമ മരുഭൂമിയിലെ വരണ്ട ഭാഗങ്ങൾക്ക് തുല്യമാണ്. ചൊവ്വയുടെ ഈർപ്പം താപനില വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാത്രിയിൽ ആപേക്ഷിക ആർദ്രതയുടെ അളവ് 80 മുതൽ 100% വരെ ഉയരും. വായു ചിലപ്പോൾ സാച്ചുറേഷനിൽ എത്തുന്നു. ചൂട് കൂടിയതിനാൽ പകൽ സമയത്തെ വായു വളരെ വരണ്ടതാണ്. നിലവിൽ ചൊവ്വയിലെ താപനിലയും അന്തരീക്ഷ മർദ്ദവും ദ്രാവക ജലം നിലനിൽക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ഭൂമിയിൽ ചില ജീവജാലങ്ങൾക്ക് ഈർപ്പമുള്ള വായുവിൽ നിന്ന് വെള്ളമെടുത്ത് വരണ്ട പ്രദേശങ്ങളിൽ ജീവിക്കാൻ സാധിക്കും. ഇവയിൽ ലൈക്കണുകളാണ് ആധിപത്യം പുലർത്തുന്നത്. അവ വരണ്ട കാലാവസ്ഥയിൽ വരൾച്ചയ്ക്ക് വഴങ്ങാതെ അതിജീവിക്കുന്നു. വളരെ ഡ്രൈ ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ചില ലൈക്കണുകൾ ആപേക്ഷിക ആർദ്രതയുടെ 70% താഴെ പ്രകാശ സംശ്ലേഷണം നടത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അന്റാർട്ടിക് ലൈക്കണിൻ്റെ ഒരു രൂപത്തിന് ചൊവ്വയുടെ അനുകരണീയമായ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ കഴിയുമെന്ന് ചില ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. ഭൂമിയെപ്പോലെ ചൊവ്വയ്ക്കും 4 ഋതുക്കളുണ്ട്. കാരണം ഗ്രഹം അതിൻ്റെ അച്ചുതണ്ടിൽ ചായുന്നു. ഭൂമിയിൽ വസന്തം, വേനൽക്കാലം, ശരത്കാലം, ശീതകാലം എന്നീ ഋതുക്കൾ ഒരേ ദൈർഘ്യമുള്ളതാണ്. എന്നാൽ ചൊവ്വയിൽ അതിൻ്റെ പരിക്രമണ പഥത്തിൻ്റെ വ്യത്യാസം കാരണം ഋതുക്കൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വടക്കൻ അർദ്ധഗോളത്തിൽ 7 മാസത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സീസണാണ് വസന്തകാലം. വേനൽക്കാലവും ശരത്കാലവും ഏകദേശം 6 മാസമാണ്. ശീതകാലം 4 മാസം മാത്രം. ചൊവ്വയിലെ വേനൽക്കാലത്ത് പ്രധാനമായും കാർബൺ ഡൈ ഓക്സൈഡ്, ഐസ് അടങ്ങിയ ധ്രുവീയ മഞ്ഞുപാളികൾ ചുരുങ്ങുകയും മൊത്തത്തിൽ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. ശീതകാലം വരുമ്പോൾ മഞ്ഞുമലകൾ വീണ്ടും വളരുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് മഞ്ഞുപാളികൾക്കടിയിൽ കുറച്ച് ദ്രാവക ജലം കുടുങ്ങിക്കിടക്കുന്നുണ്ടാവാം. മുൻകാലങ്ങളിൽ ചൊവ്വ കൂടുതൽ ചൂടും ആർദ്രവുമായിരുന്നിരിക്കാം. ശരാശരി ആഗോള താപനില 10°C ആയിരിക്കാം. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് റെഡ് പ്ലാനറ്റ് ഒരു കാലത്ത് വെളുത്തതായിരുന്നു. ശരാശരി -48°C താപനിലയുള്ള മഞ്ഞു മൂടിയ തരിശു ഭൂമിയായിരുന്നു. ഹാർവാർഡിലെ ഗവേഷകനായ റോബിൻ വേർഡ്സ്വർത്തിന്റെ അഭിപ്രായത്തിൽ ഭൂമിയുടെ സൗരോർജ്ജത്തിൻ്റെ 43% മാത്രമേ ചൊവ്വയ്ക്ക് ലഭിക്കുന്നുള്ളൂ എന്നതിനാൽ ചൊവ്വയേക്കാൾ 25% മങ്ങിയതായി വിശ്വസിക്കപ്പെടുന്ന ഒരു യങ്ങർ സണ്ണാണ് ചൊവ്വയെ പ്രകാശിപ്പിച്ചത്. ഇത് നേരത്തെ ചൊവ്വ തണുത്തതും മഞ്ഞുമൂടിയതുമാകാൻ സാധ്യതയുണ്ടാക്കുന്നു. ഈ ഗ്രഹം ഇന്നും മാറിക്കൊണ്ടിരിക്കുന്നു. പോളാർ ക്യാപ്സ് ചുരുങ്ങുന്നതും
മധ്യ അക്ഷാംശങ്ങളിൽ വളരുന്ന ഹിമാനികൾ ഉൾപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഹിമയുഗത്തിൽ നിന്നാണ് ഈ ഗ്രഹം ഉയർന്നു വരുന്നതെന്ന് സമീപകാല ഗവേഷണങ്ങൾ കണ്ടെത്തി. ഐസ് ക്യാപ്സിന്റെ പ്രദേശഭാഗങ്ങൾക്കു ചുറ്റും ഹിമയുഗം മുതൽ ഗ്ലേഷ്യൽ കാലഘട്ടം വരെയുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന് തെളിവുകളുണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. ചൊവ്വയുടെ ധ്രുവങ്ങളിലെ പാളികളുള്ള ഐസ് നിക്ഷേപങ്ങൾ കാലാവസ്ഥാ പ്രക്രിയകളുമായി ബന്ധപ്പെട്ട ശേഖരണത്തിൻ്റെയും മണ്ണൊലിപ്പിൻ്റെയും വിശദമായ ചരിത്രം രേഖപ്പെടുത്തുന്നു. റഡാർ അന്വേഷണങ്ങൾ ഈ പാളികൾ അളക്കുകയും ഐസ് അഡ്വാൻസ് റിട്രീറ്റ് തുടങ്ങിയ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് തെളിവുകൾ നൽകുകയും ചെയ്യുന്നു.